ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. അത് ഒരു രീതിയിലായിരിക്കത്തില്ല. ചിലർക്ക് ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കും, ചിലർക്ക് ബിസിനസ്സിലായിരിക്കും, അതുമല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നിടത്തുള്ള പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഏൽക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളായിട്ട് സ്ട്രെസ്സ് കൊടുക്കുന്ന കുറച്ച് ആൾക്കാരാണ് കുറച്ച് ആയിട്ടും മാരേജ് കഴിയാത്ത ആൾക്കാർ. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും, ഇതുവരെയും കല്യാണമൊന്നും ആയില്ലെന്ന്. അത് ആൾക്കാർ ആണുങ്ങളോടായാലും പെണ്ണുങ്ങളോടായാലും ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു ചോദ്യം ആ ഒരു ഫാമിലിക്കും അതുപോലെ ആ ഒരു ഇൻഡിവിജ്വലിന് എന്തുമാത്രം സ്ട്രെസ്സാണ് കൊടുക്കുന്നതെന്ന് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അവർക്ക് അവരുടേതായിട്ടുള്ള ഫീലിങ്സ് ഒരുപാടുണ്ടാവും. അവർക്കാണെങ്കിൽ പല കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അവർ എന്തുമാത്രം സ്ട്രെസ്സായിരിക്കും അവരുടെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവരനുഭവിക്കുന്നത്. പക്ഷേ നമ്മളതൊന്നും ഓർക്കാതെ വിവാഹമൊന്നും ആയില്ലേ, എന്താ ഇതുവരെ ഒന്നും ആവാത്തത്, മാട്രിമോണിയലിൽ പരസ്യം കൊടുത്തില്ലേ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവർ ഒരുപാട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കും. മാട്രിമോണിയലിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ഒരുപാട് കയ്യിൽ നിന്ന് ധനനഷ്ടമൊക്കെ സംഭവിച്ചിട്ടിരിക്കുന്ന ആൾക്കാരും കൂടെ ആണെങ്കിൽ അവർക്കിത് കേൾക്കുമ്പോഴത്തേക്ക് നല്ല സ്ട്രെസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർ യാത്ര പോയാലും അവർ കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോഴത്തേക്ക് അതിനും ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതാണ് നമ്മുടെ ആ ഒരു ചുറ്റുപാടെന്ന് പറയുന്നത്. ഈ ഒരു ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പല മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ വിഷമിക്കുന്നവരുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ ഒരു സൊല്യൂഷൻ കിട്ടാനും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വലിയൊരു പാടായിരിക്കും. ഒരു ഏജ് കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹം കഴിക്കാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മാനസികമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം. ഈ ഒരു സംഭവം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഹോർമോൺ ഇംബാലൻസ് കൊണ്ട്, ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളൊക്കെ കൊണ്ടിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മനസ്സിനെ കൺവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ഒരു ജോലിയുള്ളവരാണ് എങ്കിലും നിങ്ങളുടെ മനസ്സിനെ കൺവേർട്ട് ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക. പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. യോഗ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കാമാക്കി വെക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക. എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരിക. നിങ്ങൾക്കതിനുള്ള ഗൈഡൻസ് ഞാൻ തരുന്നുണ്ടാവും. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. താങ്ക് യു.